ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച് ചേർത്തൊരു മീൻ കറിയാണ്. കൊച്ചിയിലുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻ്റായ ജിയോയിൽ ഞങ്ങൾ ഈ മീൻ കറി കൂട്ടാനായിട്ട് പോവായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. ഈ മീൻ കറി വെക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീൻകറി വെക്കുന്നതിനായിട്ട് ഞാൻ 1 കിലോ ഏരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. മീൻകറിയുടെ അരപ്പ് റെഡിയാക്കിയിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 5 ഉള്ളി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. മീൻ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വഴന്നു വന്ന ഈ ഉള്ളിയിലേക്ക് ഒരു 3 കഷ്ണം പുളി ഞാൻ വെള്ളം ഉപ്പും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുളി ഇറങ്ങാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിയും വഴറ്റിയതും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലപോലെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മീൻ കറിക്ക് മല്ലിയൊന്നും ചേർക്കുകയില്ല. നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇക്കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മിക്സി നല്ലപോലെ കഴുകിയ ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെക്കാം. മീൻകറിയുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ചാറിലേക്ക് മുക്കിയിട്ട് കൊടുക്കാം. അടച്ചു വെച്ച് മീൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തിളച്ചു തുടങ്ങിയ മീൻകറി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി തവിയിടരുത്. ഒന്നും കൂടെ വേകാനായിട്ട് വെക്കാം. വെന്ത് വരാറായ മീൻ കറിയുടെ മുകളിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് എണ്ണയൊന്ന് തെളിയുന്നിടം വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം. 2-3 കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻകറി ഒന്ന് നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ടൊമാറ്റോയൊക്കെ നല്ല വെന്ത് ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്.
എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.